ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം. 1993 സഫിയ എന്നൊരു പെൺകുട്ടി ഒരു ആൺകുട്ടിക്ക് ജന്മം നൽകി. 18 വയസ്സുകാരിയായ ഒരു ആൺകുട്ടിക്ക് ജന്മം നൽകി. 1 വയസ്സ് പ്രായമുള്ള ഒരു മകളുണ്ട്. ദാരിദ്ര്യത്തിന്റെ കൊടുമുടി താണ്ടി നിൽക്കുന്ന അവരിൽ ഭർത്താവ് ഗർഭം 6 മാസമായ സമയത്ത് തന്നെ മണനാരണ്യത്തിലെ ചൂടിൽ ഒരു ഹോട്ടലിൽ ജോലിക്ക് പോയി. ഹോട്ടലിന്റെ ചൂടും മണനാരണ്യത്തിന്റെ ചൂടും എത്രത്തോളം ഉണ്ടാവുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. അപ്പൊ അവര് ആ ഹോട്ടലിൽ പോയി അവിടെ വർക്ക് ചെയ്തു കൊടുക്കുകയാണ്. ഇന്നത്തെ പോലെയല്ല, ഒരു ആശയവിനിമയം നടത്താനും യാതൊരു സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ഇല്ലാത്ത കാലഘട്ടമാണ്. ഒരു കത്ത് എഴുതിയാൽ തന്നെ 7 ദിവസം കഴിഞ്ഞിട്ട് വേണം അവിടെ കിട്ടാൻ. അതിനൊരു മറുപടി എഴുതിയിട്ട് തിരിച്ചെത്താൻ 7 ദിവസം കഴിയും. അങ്ങനെ ഈ കുഞ്ഞ് ജനിച്ചു. കുഞ്ഞ് സാധാരണയായി കരയുന്നതിൽ അപ്പുറം കുഞ്ഞിന് ഭയങ്കരമായിട്ട് കരച്ചില്ല. എന്താണ് സംഗതി നോക്കുമ്പോ കുട്ടിയുടെ ഇടത് കാലിന്റെ തുടയിൽ പൊട്ടിയിട്ടുണ്ട്. അവിടെ ഒരു വീക്കൊക്കെ വന്നിട്ട് കുഞ്ഞ് കരയാണ്. ചോരക്കുഞ്ഞല്ലേ, ഭയങ്കര കരച്ചിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ സഫിയയുടെ മാതാവ് ഡോക്ടറെ പോയി ഓടിപ്പോയി വിളിച്ചു വന്നു. ഡോക്ടർ ചോദിക്കുന്നത് നിങ്ങളുടെ അടുത്തുനിന്ന് കുഞ്ഞ് വീണിരുന്നോ എന്നാണ്. അപ്പൊ അവര് ഞങ്ങളുടെ അടുത്ത് കുഞ്ഞൊന്നും വീണില്ല ഡോക്ടറെ, നിങ്ങളുടെ അടുത്തുനിന്ന് പറ്റിയതോ അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്ററുടെ അടുത്തുനിന്ന് പറ്റിയതോ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഈ സഫിയയുടെ മാതാവ് അവരുടെ കയർത്തി കയറി. അന്ന് ഇപ്പോഴത്തെ പോലത്തെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളൊന്നുമല്ല. ഗർഭത്തിനാണെങ്കിൽ പ്രസവത്തിനാണെങ്കിൽ പ്രസവം മാത്രം, എല്ലുകൾക്ക് ഇതിനൊക്കെ വെവ്വേറെ ഹോസ്പിറ്റലുകളല്ലേ. അപ്പൊ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇവരെ മഞ്ചേരി കൊരമ്പ് ഹോസ്പിറ്റലിൽ എത്തിക്കണം, കുഞ്ഞിനെ ഒന്ന് പെട്ടെന്ന് തന്നെ എത്തിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോ ഈ സഫിയയുടെ ആങ്ങളൊക്കെ ടാക്സി ഡ്രൈവർ ആയിരുന്നു. അദ്ദേഹത്തിന് വണ്ടിയുണ്ട്. ആ വണ്ടിയിൽ കുഞ്ഞിനെ കൊണ്ടുപോയി. അപ്പൊ അവിടുന്ന് അഡ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അഡ്മിറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം അന്ന് അഡ്മിറ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര പേടിയുള്ള കാലഘട്ടമല്ലേ. നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. ഈ പുതുതലമുറക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും അന്ന് അഡ്മിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ വളരെ ഒരു പേടിയുള്ള സംഭവമാണ്. പോരാത്തതിന് ഇപ്പുറത്ത് പ്രസവിച്ച് കിടക്കുന്ന ഒരുപാട് കിലോമീറ്റർ ഇപ്പുറത്തല്ലേ ഉമ്മ ഉള്ളത്. അപ്പൊ കുഞ്ഞിന് പാല് കൊടുക്കുക കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പൊ അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ഡോക്ടറെ എന്ന് പറഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയിട്ട് കുഞ്ഞിന്റെ 2 കാല് മുകളിലേക്ക് കെട്ടി വെക്കണം, എന്നിട്ട് കുഞ്ഞിനെ അങ്ങനെ കിടത്തിയാൽ കൂടെ കൂടെ എല്ല് കൂടിക്കോളും എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു ഇത് കേട്ടിട്ട് കുഞ്ഞിന് തിരിച്ചു പോന്ന് ഇവിടെ സഫിയെ ഒക്കെ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയി. ഒരു ചെറിയ മുളവടി ജനവാതിലൂടെ കെട്ടി കുഞ്ഞിന്റെ കാല് മുകളിലേക്ക് കെട്ടിവെച്ചു. ചെറിയ പൈതലാണ്, കുഞ്ഞിനറിയൂല കാല് അനക്കാൻ പറ്റൂല എന്നുള്ളത്. കുഞ്ഞ് കാലനക്കും, കുഞ്ഞ് പൊട്ടിക്കരയും, കുഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് നീല കളറാവും, വായിൽ നൊരയും പതയും വരും. അവർക്ക് ആർക്കും ഉറങ്ങാനോ ഒന്നിനും സാധിക്കുന്നില്ല. ഇങ്ങനെ കിടക്കുന്ന കുട്ടിക്ക് പാല് കൊടുക്കാൻ ആ ഉമ്മ ഒരുപാട് ത്യാഗം സഹിച്ചു. കാരണം പാല് കൊടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പിടിക്കുന്നതിന് പകരം ഉമ്മ കുഞ്ഞിന് വേണ്ടിയിട്ട് കുമ്പിട്ട് നിന്ന് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായി. അങ്ങനെ കുഞ്ഞിന് അങ്ങനെ പാല് കൊടുത്ത് കുഞ്ഞിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് എത്രയായിട്ട് കരച്ചിൽ നിൽക്കുന്നില്ല. ഈ വീണ്ടും വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അയൽവാസിയായിട്ടുള്ള ഒരാൾ പറഞ്ഞു നമ്മുടെ ഇവിടെ ഒരു മൂസവൈദ്യരുണ്ടല്ലോ, അദ്ദേഹത്തിനൊന്ന് കണ്ടുകൂടെ എന്നുള്ളത്. അങ്ങനെ ആ മൂസവൈദ്യരെ തേടി പോയി. മൂസവൈദ്യര് വന്നു, കാല് വടി വെച്ച് കെട്ടാൻ ശ്രമിച്ചു. 2 ദിവസം കെട്ടയക്കുമ്പോ കുഞ്ഞ് വീണ്ടും കരയാണ്. ഇത് കൂടുന്നില്ല. നമ്മളെ വലിയ ആളുകളെ പോലെ അല്ലല്ലോ, കുഞ്ഞ് കാല് പിന്നെ കരയാണ്. അപ്പൊ ഈ ഡോക്ടർ മൂസവൈദ്യര് പറഞ്ഞു എന്നെ കൊണ്ട് ഇത് കൂടിയാ എന്നെ കൊണ്ട് കഴിയൂല, നിങ്ങൾ ഇത് വേറെ ഏതെങ്കിലും ഇത് നോക്കിയത്. അപ്പൊ അന്ന് ആ കാലഘട്ടത്തിൽ CD ഡോക്ടർ എന്ന് പറഞ്ഞൊരു ഡോക്ടർ അവിടെ ഒരു നോക്കിയിരുന്നു, എല്ലിന്റെ ഡോക്ടറാണ്. അദ്ദേഹം പിന്നെ അവിടെ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് നമ്മൾ പോയി കണ്ടാൽ പെരിന്തൽമണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആളുള്ളത്, അവിടെ പോയി കണ്ടാലോ എന്ന് പറഞ്ഞപ്പോ ഈ കൊണ്ടോട്ടിക്കാരായ ഇവര് കൊണ്ടോട്ടിന്ന് വരികയാണെന്നുള്ളതും അതുപോലെ തന്നെ ചെറിയ കുഞ്ഞാണെന്നുള്ളൊരു കൺസിഡറേഷൻ കൊണ്ട് ആദ്യം തന്നെ അകത്ത് കയറ്റി. അപ്പൊ ഉമ്മാന്റെ കയ്യിലാണ് കുഞ്ഞുള്ളത്. ഉമ്മാന്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെടുത്ത് അവരുടെ ഡോക്ടറുടെ ആ ഒരു ടേബിളിൽ വെച്ച് ഒരു മഞ്ഞ ഓയിൽമെന്റ് കുഞ്ഞിന്റെ ഇടത് കാലിൽ പുരട്ടിയിട്ട് കുഞ്ഞിന്റെ കാല് ഡോക്ടർ പിടിച്ചിട്ട് ഒരൊറ്റ തിരിയാൻ തിരിച്ച് കുഞ്ഞ് പൊട്ടിക്കരഞ്ഞു. ആ കാഴ്ച കണ്ടിട്ട് ഉമ്മ അവിടെ നിൽക്കുകയാണ്. ഉമ്മയുടെ ഹൃദയം പൊട്ടി ഉമ്മയും ആർത്ത് പിടിച്ചു. അപ്പൊ അവിടുന്ന് ഡോക്ടർ ചോദിച്ചിട്ട് ആരാണ്? അപ്പൊ അവര് പറഞ്ഞു ഉമ്മയാണ്, കുട്ടീന്റെ ഉമ്മയാണെന്ന് പറഞ്ഞു അമ്മ. അപ്പോ ഡോക്ടർ പറഞ്ഞു ഉമ്മയായിട്ടാണോ പിന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉമ്മയെ പുറത്ത് അങ്ങനെ ഉമ്മയെ പുറത്ത് നിർത്തി. ഉമ്മ പുറത്തുനിന്ന് ഉള്ളിലെന്താ ആവുന്നതെന്ന് അറിയാത്ത ആ വേവലാതിയിൽ ഉമ്മ ബേജാറായിക്കൊണ്ടിരിക്കണം. അപ്പോഴാണ് ഉമ്മയുടെ ആ ഒരു സഫിയയുടെ ആംഗള പുറത്തേക്ക് ഓടുന്നത്. അപ്പൊ എന്താണ് സംഭവം എന്ന് അറിയുന്നില്ല. പുറത്തേക്ക് ഓടി പിന്നെ വരുന്നത് ഒരു ചെറിയൊരു ബോക്സ് കയറ്റാണ്. അങ്ങനെ ബോക്സ് കയറ്റി ഉള്ളിൽ പോയി ഉമ്മ അത് വരെ ഉരുക്കുകയാണ്, പുറത്തിരുന്നിട്ട് ഉരുക്കുകയാണ്. കുഞ്ഞു പൈതലിന് എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ ഉമ്മ പുറത്തിരുന്ന് ഉരുക്കുകയാണ്. അങ്ങനെ ഉള്ളിൽ പോയിട്ട് പിന്നെ കൊണ്ടുവരുന്നത് അന്ന് വരുന്ന മഞ്ചേരി കൊരമ്പ് ഹോസ്പിറ്റലിൽ ഡോക്ടർ പറഞ്ഞതുപോലെ കുഞ്ഞിന്റെ 2 കാലുകളും ഈ സ്റ്റാൻഡിൽ ഇങ്ങനെ ഒരു ഡ്രൈവ് അതുപോലെ തന്നെ ഒരു
പോസ്റ്റുകൾ. ആ പോസ്റ്റിൽ കുഞ്ഞിന്റെ 2 കാലും ഇങ്ങനെ ട്രയലായിട്ട് കുഞ്ഞിനെ കൊണ്ടുവന്നു. ഈ കുഞ്ഞിനെ ഇതുപോലെ ഇനി നിർത്തണം എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്ന് ആ കുഞ്ഞിനെ 6 മാസക്കാലത്തോളം അതുപോലെ നിർത്തി. ആ 6 മാസക്കാലത്തോളം കുഞ്ഞ് കരയുമ്പോൾ കുഞ്ഞിന് പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ മാതാവ് കുഞ്ഞിന് കുനിഞ്ഞ് നിന്നുകൊണ്ട് വേണം പാല് കൊടുക്കാൻ വേണ്ടിയിട്ട്. പ്രസവിച്ച് കഴിഞ്ഞ അന്നു മുതൽ ആ ഒരു പ്രസവത്തിന്റെ ഒരു റെസ്റ്റ് പോലും എടുക്കാൻ സാധിക്കാതെ ആ മാതാവ് ഒരുപാട് വേദനിച്ചു. അതുപോലെ തന്നെ ആ സമയത്ത് കുഞ്ഞിനിങ്ങനെ പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ പിതാവിന് വേണ്ടിയിട്ട് കത്തെഴുതിയിരുന്നു. 7 ദിവസം കഴിഞ്ഞിട്ട് പിതാവിന്റെ കത്ത് വന്നത് എല്ലാം പടച്ച റബ്ബ് ശരിയാക്കും എന്ന് പറഞ്ഞിട്ടാണ് കത്തിൽ. അത് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അദ്ദേഹത്തിന് അധികം എഴുതാനൊന്നും സാധിച്ചിട്ടുണ്ടാവില്ല ആ ഒരു വേദനയിൽ. എന്നാൽ 31 വർഷത്തിന് ശേഷം ആ കുഞ്ഞിപ്പോ നിങ്ങളുടെ മുമ്പിൽ വന്ന് സംസാരിക്കുകയാണ്. അപ്പൊ ആ ഒരു കുഞ്ഞാഴ്ച ഞാൻ സംസാരിക്കുന്നത് ആ ഒരു വാല്യൂ ഞാൻ എന്റെ പേരൻസിന് കൊടുക്കുന്നത്. ആ പേരൻസിന് എന്നും എന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടാണ് ഞാൻ എവിടെയും സംസാരിക്കുന്നത്. അപ്പൊ ആ പേരൻസിന് അതുപോലെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ പേരൻസിനെ നിങ്ങളുടെ ഹൃദയത്തിൽ ചേർത്ത് വെക്കണം. അവരെ നോക്കാനുള്ള ആളുകൾ നിങ്ങളാണ്. ഇതുപോലെ തന്നെ ഡേക്കർ സെന്ററിൽ കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ല. ഇതുപോലെ തന്നെ നമ്മുടെ കാലിക്കറ്റ് തന്നെ ഒരുപാട് വൃദ്ധസദനങ്ങളുണ്ട്. വൃദ്ധസദനങ്ങളിൽ ഒരിക്കലും കൊണ്ടുപോയി തള്ളാനുള്ളതല്ല ഈ മുത്തുവൈരങ്ങളെ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നുണ്ട്. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ജയ്. താങ്ക് യു വെരി മച്ച്.